The name of Sharad, their custom, the receiver is there, no one lady. It is a written person name Null, N-U-L-L. It is not our mistake, right? Okay, Sharad, he knows about the Sharad. So only we have given the parcel. But it is not our mistake, right? Please accept it, okay? എല്ലാ വള്ളിയും എൻ്റെ തലയ്ക്കാണ് വരുന്നത്. ഒന്നല്ല, DTDCയുടെ ഡെലിവറി സിസ്റ്റത്തിൽ ഒരു വലിയൊരു ലൂപ്പ് ഹോൾ ഉണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. അതിലാണ് ഞാൻ പെട്ടുപോയത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവന് തന്നെയാണല്ലോ എല്ലാ വള്ളിയും കിട്ടുന്നതെന്ന്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ചാനലുണ്ട്, നിങ്ങളുടെ ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ ഹെൽപ്പ് എങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതൊരു ആശ്വാസം. സോ സംഭവമൊന്നുമില്ല, ലാസ്റ്റ് ഡേ എനിക്ക് കിട്ടിയൊരു പണിയാണ്. നമ്മുടെ മെയിൻ ചാനൽ ഒരു ടെക് ചാനൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെക് പ്രൊഡക്റ്റുകൾ നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഈ പ്രൊഡക്റ്റുകളെല്ലാം ബ്രാൻഡുകൾ പല സ്ഥലത്തു നിന്ന് നമുക്ക് അയച്ചു തരും. പക്ഷേ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അയച്ചോ ഇല്ലയോ എന്ന് നമുക്ക് നേരത്തെ അറിയാനായിട്ട് പറ്റില്ല. നമുക്ക് ആ ഒരു ഡെലിവറിയുടെ ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ അറിയുന്നത്. സോ കഴിഞ്ഞ ദിവസം എനിക്ക് DTDC ഒരു മെസ്സേജ് വന്നായിരുന്നു. അതൊരു OTP ആയിരുന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഷിപ്മെന്റ് ഔട്ട് ഫോർ ഡെലിവറി ആണ്, ഈ ഒരു OTP നിങ്ങൾ ഡെലിവറി ഏജന്റുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുക എന്ന്. സോ ജനറലി നമുക്ക് പ്രൊഡക്ട്സ് എല്ലാം വരുന്നതുകൊണ്ട് തന്നെ നോർമലി വരുന്ന ഒരു മെസ്സേജ് ആണ്. സോ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഡെലിവർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, നമ്മുടെ പ്രൊഡക്റ്റ് ഡെലിവർ ആയിട്ടുണ്ട് ആൻഡ് ദിസ് പ്രൊഡക്റ്റ് ഹാസ് ബീൻ ഡെലിവേർഡ് ടു നൾ. സോ നൾ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഡെലിവർ ആയി എന്ന് വന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു, കാരണം എൻ്റെ കയ്യിൽ OTP ഉണ്ടല്ലോ, OTP കൊടുത്താണല്ലോ ഡെലിവറി മേടിക്കുക. OTP ചോദിക്കാനായിട്ട് എന്നെ ഡെലിവറി ഏജന്റ് ഒന്നും വിളിച്ചുമില്ല. എന്നാൽ ഫോണിൽ ഡെലിവേർഡ് എന്ന് പറയുന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. എന്നാൽ ആർക്കാണ് ഡെലിവറി ചെയ്തേക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും ഇല്ല. ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ലിങ്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ ഡെലിവറിയുടെ എക്സ്പീരിയൻസിനെ പറ്റി. സോ നോർമലി നമ്മുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ അടുത്തൊക്കെ ഏൽപ്പിക്കാറുണ്ട്. ബട്ട് നമ്മളെ വിളിച്ച് ചോദിക്കും. നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് ഓക്കെ ഇത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. നമ്മുടെ OTP ഫോണിൽ കൂടി മേടിക്കുന്നു, അവിടെ ഏൽപ്പിക്കുന്നു. സോ ഞാൻ നേരെ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായോ, DTDC ഡെലിവറി ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, DTDC ഡെലിവറി ഒന്നും ഇല്ല. ആൻഡ് ആ സെക്യൂരിറ്റി ഓഫീസിൽ ക്യാമറയൊക്കെ ഉണ്ട്. സോ DTDC കൊറിയറുകാർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ അറിയാനും പറ്റും. സോ അയാൾ ആ ഒരു പ്രൊഡക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും അറിയാനായിട്ട് പറ്റും. സോ അവിടെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായില്ല. സോ അവിടെ ഡെലിവർ ആയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ ട്രാക്കിംഗ് നമ്പറൊക്കെ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഈ സാധനം അയച്ചിരിക്കുന്നത് അങ്ങ് ഡൽഹിയിൽ നിന്നാണ്. പക്ഷെ ആരാണ് അയച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. അത് എൻ്റെ പിൻകോഡിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്, ഡെലിവറും ആയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, ഞാൻ ഏകദേശം ഒരു 4-5 മാസം മുന്നേ വരെ വേറൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ വേറെ സ്ഥലത്തൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാടക വീട്ടിൽ ആരാ താമസിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു, ഇനി ആ ഒരു വീട്ടിലായിരിക്കുമോ കൊണ്ട് ഡെലിവറി ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ പഴയ വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞാനിപ്പോൾ അവിടെ താമസിക്കുന്നില്ല. എന്നിട്ട് എനിക്ക് പിന്നെയും ഡൗട്ട് അടിച്ചു. ഞാൻ നേരെ എൻ്റെ വണ്ടി എടുത്ത് ഞാൻ ആ പഴയ ആ ഒരു വീടിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന്. നോക്കിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനും ഈ ഒരു പാർസൽ കിട്ടിയിട്ടില്ല. സോ അവിടെ താമസിക്കുന്ന ആൾക്കും പാർസൽ കിട്ടിയിട്ടില്ല, അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനും കിട്ടിയിട്ടില്ല, ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിലും കിട്ടിയിട്ടില്ല. ആക്ച്വലി ഞാനിപ്പോൾ താമസിക്കുന്നതും ഇതിന് മുന്നേ താമസിച്ചിരുന്നതും സെയിം പിൻകോഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ DTDC ട്രാക്ക് ചെയ്യുമ്പോൾ പിൻകോഡ് മാത്രമാണ് കാണിക്കുന്നത്. സോ എനിക്ക് ആകെപ്പാട് ടെൻഷനായി, കാരണം എന്താ സാധനമെന്ന് അറിയില്ല, ഇത് ആരാ അയച്ചതെന്നറിയില്ല, ഇത് ആർക്കാ ഡെലിവർ ആയെന്നറിയില്ല, ഏത് ഏജന്റാ ഡെലിവറി ചെയ്തേക്കണം, അതിൻ്റെ ഫോൺ നമ്പർ പോലും ഇല്ല. പിന്നീട് ഞാൻ ഡയറക്റ്റ് പഴയ താമസിക്കുന്ന ഒരു വീട്ടിൽ പോയി ബെല്ലടിച്ചു. അങ്ങനെ ബെല്ലടിച്ച് അവിടെ ചെന്ന് 3-4 വട്ടം ചോദിച്ചതിന് ശേഷമാണ് അവരൊരു പാർസൽ എടുത്തിട്ട് വന്നിട്ട് ഇതാണ് നോട് നിങ്ങളുടെ പാർസൽ എന്ന്. ഞാൻ നോക്കിയപ്പോൾ അതായിരുന്നു എൻ്റെ പാർസൽ. സോ ബേസിക്കലി എൻ്റെ പാർസൽ എൻ്റെ പഴയ അഡ്രസ്സിൽ ആരുടെയോ കയ്യിലേക്ക് ഈ ഒരു DTDCക്കാർ കൊണ്ടുപോയി ഡെലിവർ ചെയ്തിട്ടുണ്ട്. ആ ഡെലിവർ ചെയ്ത ആളുടെ പേരെന്താണെന്ന് ചോദിച്ചില്ല, ആ ഡെലിവർ ചെയ്ത ആൾ ആരാണെന്ന് ചോദിച്ചില്ല. ഡെലിവറി ചെയ്യുന്ന സമയത്ത് OTP പോലും ചോദിക്കാതെ ഈ സാധനം അവിടെ കൊണ്ടുപോയി കൊടുത്തേക്കുവാണ് DTDC. പക്ഷേ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇല്ലല്ലോ, ഇവിടെ അങ്ങനെ ഒരു കൊറിയർ വന്നിട്ടില്ലല്ലോ എന്ന് അവർ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ആ കൊറിയർ ഒരിക്കലും കിട്ടില്ലായിരുന്നു. സോ സാധനം കിട്ടിയല്ലോ, കഥ ഇവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അല്ല. കാരണം ഇതൊരു വലിയ ഫ്ലോ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് വന്നത് ഒരു ഹൈ വാല്യൂ പ്രൊഡക്റ്റ് ആണ്, വില കൂടിയ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് OTP അയക്കുന്ന സമയത്ത്, ഡെലിവറിയുടെ സമയത്ത് OTP ഷെയർ ചെയ്യാൻ വേണ്ടി OTP DTDCക്കാർ അയക്കുന്നത്. പക്ഷേ OTP ചോദിക്കാതെ, ഡെലിവറി ചെയ്ത ആളുടെ പേര് ചോദിക്കാതെ ഡെലിവറി ചെയ്യാൻ പറ്റുമെങ്കിൽ സുഖമായിട്ട് ഈ ഡെലിവറി ഏജന്റുമാർക്ക് തന്നെ ഈ സാധനം മുക്കിക്കൂടെ? ശരിയാണ്, ആ ഒരു അഡ്രസ്സിലേക്ക് ഡെലിവറി ബോയ് വന്നു. ഇനി ഡെലിവറി ബോയ് വന്നിട്ട് ആർക്കാണ് കൊടുക്കുന്നതെന്ന് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് തന്നെ ഡെലിവേർഡ് ടു നൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അയാൾക്ക് തന്നെ സാധനം എടുത്തുകൂടെ? അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വാടകയ്ക്ക് ഇതേപോലെ താമസിച്ചു വീട് മാറുവാണ്, അവരുടെ കയ്യിൽ പഴയ അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങളുടെ പേരിൽ പഴയ അഡ്രസ്സിലേക്ക് അയക്കുവാണെന്ന് വിചാരിക്കുക. ഇതേപോലെ ഇവർ വെരിഫൈ ചെയ്യാണ്ട് വല്ലവരുടെയും കൈ കൊണ്ടുപോയി കൊടുത്താൽ അവർ നിങ്ങളെ വിളിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് പോയില്ലേ? എനിക്കിപ്പോൾ ഈ SMS വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. സോ ഞാൻ ഉടനെ തന്നെ ട്വിറ്ററിൽ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് DTDCനെ ടാഗ് ചെയ്ത് ഞാനൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായി.
എക്സിൽ. DTDCക്കാർ എനിക്ക് അപ്പോൾ തന്നെ മെസ്സേജ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. നമ്മുടെ ട്രാക്കിംഗ് നമ്പറും അതേപോലെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ തരാനായിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു. അവരുടനെ എനിക്ക് മെയിൽ അയച്ചു തന്നു, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ DTDCയിൽ നിന്ന് ഉടനെ തന്നെ മെയിൽ വന്നു, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന്. അതിനുശേഷം പിന്നീട് എനിക്ക് ഇടയ്ക്ക് അപ്ഡേറ്റ് വരുമായിരുന്നു, നിങ്ങളുടെ സാധനം ഈ ഒരു സ്ഥലത്തുള്ള ഈ ഒരു ഡെലിവറി സെൻറ്ററിൽ നിന്നാണ് ഡെലിവറി ചെയ്തേക്കുന്നത്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അതിനുശേഷം ഇന്നലെ എനിക്കൊരു കോൾ വന്നു. എവിടെ നിന്നാണ്? DTDC കൊറിയറിൽ നിന്ന്. എന്നിട്ട് ഇവിടെ ഞങ്ങൾ ഈ DTDC എന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു കൺസേൺ എന്തെങ്കിലും റേസ് ചെയ്തിട്ടുണ്ടായോ, നിങ്ങളുടെ പാർസൽ എന്തോ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചതാണ്, എങ്ങനെയാണ് എൻ്റെ പാർസൽ OTP എനിക്ക് അയച്ച OTP ഇല്ലാണ്ട് വല്ലവൻ്റെയും കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞ റെസ്പോൺസ് ആണ് നിങ്ങൾ ഈ ആദ്യം കേട്ട കാര്യം. The name of Sharat, their custom, the receiver is there. No, one lady, she has told yes, our parcel like that, she has taken the parcel. So only our delivery person has been delivered the shipment. But you have not mentioned the person name. It is a written person name null, NULL. So you have to mention the person name properly. You have okay, but okay, sir, but okay, where is the mentioned address? Only that person is delivered. No, that is correct. No, that is not our mistake, right? But I have the OTP. No, why you are not asking? Okay, OTP? you have. Sometimes it will not. Necessity is not there to take a OTP, sir. While we got the address and we got the person, one person is came for. Okay, this is our parcel address. We will give the shipment address also same. Okay, flat same, no? Okay, Sharat, he knows about the Sharat. So only we have given the parcel. Otherwise, we wouldn't deliver the shipment. Only thing is, when you deliver, just call. Okay, the concerned number and ask if I can deliver or not. Okay, sir. Okay. Only but that. first thing, but it is not our mistake, right? Please accept it. Okay. No, I will not accept it's not your mistake. I have used the concern to the DTDC team, but it is a flaw. അതായത് അവിടുത്തെ ലേഡി ഭയങ്കര കോൺഫിഡൻസോടുകൂടി പറയുവാണ്, സാർ ഞങ്ങളുടെ പേരിലല്ല മിസ്റ്റേക്ക്, നിങ്ങളുടെ പേരിലാണ് അക്സെപ്റ്റഡ്. ഇത് അയച്ച ആളുടെ പേരിലാണ് അക്സെപ്റ്റഡ്. കാരണം അയച്ച ആളുടെ തെറ്റിയ അഡ്രസ്സിലേക്കാണ് അയച്ചത്. ശരി, അയച്ചപ്പോൾ അതിൽ എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പറും ഉണ്ട്, എൻ്റെ കയ്യിൽ OTP ഉണ്ട്. പക്ഷെ അതൊന്നും ബാധകമേ അല്ല. ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് എടുക്കുന്നു, നേരെ എവിടെയാണോ അഡ്രസ്സ് ആ ഒരു അഡ്രസ്സിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന വ്യക്തി അറിയാമോ എന്ന്. ആ വ്യക്തി അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കയ്യിൽ ഈ സാധനം കൊടുക്കുകയും ആ വ്യക്തിയുടെ പേരെന്താണെന്നോ ആ വ്യക്തിയുടെ സിഗ്നേച്ചറും കാര്യങ്ങളൊന്നും മേടിക്കാതെ ഡെലിവേർഡ് ടു നൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരും. സോ നിങ്ങളുടെ പാർസൽ പോയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അഡ്രസ്സിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പണി. പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ OTP അയക്കുന്നത്? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. അവിടെ ഇപ്പോൾ ആരെങ്കിലും താമസിച്ചോട്ടെ, വല്ല ഗസ്റ്റാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് അറിയുമെന്ന് വെച്ചാൽ വെറുതെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അയാളുടെ കൈ കൊണ്ടുപോയി കൊടുക്കുമോ? അറ്റ്ലീസ്റ്റ് അയാൾ ആരാണ്, ഈ മേടിച്ച ആളുടെ പേര്, മേടിച്ച ആളുടെ ഫോൺ നമ്പർ, സിഗ്നേച്ചർ, ഇതൊന്നും വേണ്ട. അഡ്രസ്സിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫോണില്ലേ, എൻ്റെ ഫോൺ നമ്പർ അതിലില്ലേ, ജസ്റ്റ് ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കുക, ഞാൻ അഡ്രസ്സിലുണ്ട്, നിങ്ങൾ അഡ്രസ്സിൽ പ്രസൻ്റ് അല്ല, ഈ ഒരു ലേഡി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരാൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ അറിയാമെന്ന് പറയുന്നു, ഇത് ഞാൻ അവിടെ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കൊടുക്കണ്ടേ? എല്ലാം പോട്ടെ, ഈ OTP പിന്നെ എന്തിനാണ് അയക്കുന്നത്? എന്നാൽ അറ്റ്ലീസ്റ്റ് ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് ഡെലിവറി OTP അവരോട് ചോദിക്കുമ്പോൾ അവരെ OTP ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ എന്തിനാണ് കൊടുക്കുന്നത്? ചിലപ്പോൾ ഞങ്ങൾ OTP ചോദിക്കും, ചിലപ്പോൾ ഞങ്ങൾ OTP ചോദിക്കില്ല. അതൊക്കെ ചുമ്മാതെയാണെന്നാണ് പറയുന്നത്. ഇത്രത്തോളം ഫ്ലോഡ് സിസ്റ്റമാണോ DTDCയുടെ ഈ ഒരു ഡെലിവറി? ഇപ്പോൾ നിങ്ങൾ DTDC കൊറിയറായിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഏതോ 2 പേര് അവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നിങ്ങൾക്ക് ഇന്ന ആളറിയോ, എന്നാൽ നിങ്ങൾ പിടിച്ചോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൈ കൊടുത്തിട്ട് പോകും. സോ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ കൊറിയർ അയക്കുവാണെങ്കിൽ, DTDC കൂടെ അയക്കുവാണെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് അയക്കുക. കാരണം ആ അഡ്രസ്സിൻ്റെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൈ കൊണ്ടുപോയി കൊടുക്കും, അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ബട്ട് നമ്മളാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മിസ്റ്റേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല എങ്കിൽ ഈ വീഡിയോ DTDC കാണുവാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ മെയിലിൽ കൂടെ കൺസേൺ അയച്ചു കഴിഞ്ഞു. എന്നാലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുവാണ്, പ്ലീസ് നിങ്ങളൊരു OTP അയക്കുവാണെങ്കിൽ ഡെലിവറി ഏജൻറ്റുമാർക്ക് മേക്ക് ഇറ്റ് മാൻഡേറ്ററി. അവർ OTP കളക്ട് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് OTP കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഫോണില്ല, ഫോണിൽ വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആർക്കാണോ ഡെലിവറി ചെയ്യുന്നത് ആ ഒരു ഡെലിവറി ചെയ്യുന്ന വ്യക്തിയുടെ ഫോൺ നമ്പറും പേരും, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ID പ്രൂഫ്, ഓക്കെ ID പ്രൂഫിൻ്റെ അത്ര പോകണമെന്നില്ല, ബട്ട് ഫോൺ നമ്പറും പേരുമെങ്കിലും നിങ്ങളൊന്ന് ആപ്പിലേക്ക് നോട്ട് ചെയ്ത് ഇടുക. സോ ദാറ്റ് അങ്ങനെ ഡെലിവർ ആവുകയാണെങ്കിൽ നമുക്കത് പോയി തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് യുവർ മിസ്റ്റേക്ക്, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, ഇറ്റ് ഈസ് നോട്ട് അവർ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നതല്ല ഒരു DTDC പോലത്തെ ഒരു വലിയൊരു ഓർഗനൈസേഷൻ്റെ ഒരു മാനറിസം. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.